ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ LDF ഒക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇത് സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ മാത്രമല്ല, ബീഹാർ പട്നയിൽ വെച്ച് ധർമ്മേന്ദ്ര പ്രധാൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള എന്റെ സുഹൃത്തുക്കൾ വന്ന് ഇത് സമ്മതിച്ചിരുന്നു. ഇന്നിപ്പോൾ ലോക്സഭയിൽ പറയും, ഇന്നിപ്പോൾ പാർലമെന്റ് രാജ്യസഭയിൽ പറയുന്നത് അല്ല, ഒരു എൻ്റെ വാക്കുകൾ വേണമെങ്കിൽ ഒരു സെക്കൻഡ്, എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചോളൂ. പക്ഷെ ധർമ്മപ്രധാനൻ്റെ വാക്കുകൾ വളച്ചൊടിക്കരുത്. ഒരു സെക്കൻഡ്, ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് വെച്ചാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ജോൺ ബ്രിട്ടാസ് എന്നെ വന്ന് കാണുകയും ചർച്ചയും ചെയ്തിരുന്നു. ഏതാണ് വിഷയമെന്ന് പറയുന്നത് കേരളത്തിന് ലഭിക്കേണ്ട വിലപ്പെട്ട വിഭവങ്ങൾ തടഞ്ഞു വെച്ചതാണ് വിഷയം. ബാക്കി കാര്യങ്ങൾ അത് ഉദാഹരണം പറഞ്ഞാൽ PMCയിൽ ഒപ്പുവെക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഷയമാണ്. ഞങ്ങൾ MP-മാരുടെ വിഷയം എന്താണ്? അതായത് കേരളത്തിന് കിട്ടേണ്ട വിഭവങ്ങൾ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കേന്ദ്രമന്ത്രിമാരെ കാണുക. അത് കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്ന് ഒരു കേന്ദ്രമന്ത്രി ഔദ്യോഗികമായി പാർലമെൻറ്റിൽ പറഞ്ഞതിന് എനിക്ക് അദ്ദേഹത്തിനോട് നന്ദിയുണ്ട്. അല്ല, അതിന് നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജ് തന്നെയല്ലേന്ന്. എന്താ കാരണം വെച്ചാൽ MP-മാരെന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളല്ലേ. ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടത് കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതല്ലേ. അദ്ദേഹത്തിൻ്റെ ഏത് ഭാഷ ഏത് സംശയം ഉപയോഗിച്ചതിനകത്ത് യാതൊരു തകരാറുമില്ല. എന്താ കാരണം വെച്ചാൽ ബ്രിഡ്ജല്ലേ ഞങ്ങൾ. അത് NEP ആയിട്ടും അതിൻ്റെ മുന്നേ ഉള്ള SSC ആയിട്ടൊക്കെ കൊളാബറേറ്റഡ് ആണ്. അതിലൊരു മാറ്റം ഇല്ലാന്നല്ലേ വീണ്ടും ഇവർ പറയുന്നത്. അല്ല, ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം ഉറച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ 3 സംസ്ഥാനങ്ങൾ ഭീമമായ സംഖ്യ ഈ കണക്കിൽ മേടിച്ചെടുത്തല്ലോ എന്ന് അദ്ദേഹം കൃത്യമായിട്ട് അടിവരയിട്ട് പറഞ്ഞു. അതൊരു വശം. 2, ഇനി ഈ PMCയുടെ മുകളിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം? അത് കേരള ഗവൺമെൻറ് ആലോചിക്കേണ്ട കാര്യമാണ്. കേരള ഗവൺമെൻറ് നിയോഗിച്ചിരിക്കുന്ന ആ വിദഗ്ധ സമിതി അല്ലെങ്കിൽ ആ ഏകോപന സമിതി പഠിച്ചു നോക്കേണ്ടതാണ്. എന്തായാലും ഇന്ന് അദ്ദേഹം കൃത്യമായിട്ട് PMC ഈ സർവശിക്ഷ സംബന്ധിച്ച് സമഗ്രശിക്ഷ സംബന്ധിച്ചുള്ള എല്ലാ കണക്കുകളും കൃത്യമായിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തത് അണാപ്പൈ അനുസരിച്ച് കൃത്യമായി തന്നിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ നടത്തിയ പ്രസംഗത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നുണ്ട്, PMC അതായത് NEP അനുസരിച്ച് മാത്രമേ പണം നൽകൂ എന്ന് പറഞ്ഞിരുന്നു. അത് അവർ അംഗീകരിച്ചു എന്ന് പറഞ്ഞിരുന്നു. ആ അംഗീകരിച്ചു എന്ന കാര്യം ഈ ചർച്ചയ്ക്ക് മുൻപാണ്, LDFലൊക്കെ ചർച്ച ചെയ്തതിന് മുൻപ് അംഗീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് സാറിന് വല്ല ബോധ്യം ഉണ്ടായിരുന്നോ? അല്ല, NEP അംഗീകരിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല അദ്ദേഹം പറഞ്ഞത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. PMCയിൽ അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, PMCയിൽ ഒപ്പുവെക്കാൻ അവർ തീരുമാനിച്ചിരുന്നു, പിന്നീട് അവർ പുനഃപരിശോധന എന്ന് പറഞ്ഞു. അല്ല, സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണല്ലോ ആ ഒരു വിവാദം ഉണ്ടായത്. അതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞതിൽ ഈ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ ഇത് സർക്കാർ അംഗീകരിച്ചിരുന്നു, മന്ത്രിയോട് സമ്മതിച്ചിരുന്നു. അല്ല, മന്ത്രിയോട് എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല. അല്ല, മന്ത്രിയോടുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ PMCയിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വാഭാവികമായിട്ട് അതാണല്ലോ വിഷയം. PMCയിൽ ഒപ്പുവെക്കാൻ സംബന്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ കേരളത്തിലൊരു സംവാദം നടന്നത്. ആ സംവാദത്തിൻ്റെ പശ്ചാത്തലത്തിലല്ലേ നമ്മൾ തീരുമാനിച്ചത് ഒരു സമിതി വരട്ടെ, പുനഃപരിശോധിക്കട്ടെ, തൽക്കാലം ഇത് ഫ്രീസ് ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിനകത്ത് യാതൊരു അതായത് ഒപ്പിട്ടത് വളരെ പെട്ടെന്നൊരു തീരുമാനമായിരുന്നു എന്നാണ് അന്ന് മന്ത്രി പറഞ്ഞത്. പക്ഷെ അതിന് മുൻപ് തന്നെ മന്ത്രി പോയി സമ്മതിച്ചു എന്നത് സ്ഥിരീകരിക്കുകയല്ലേ? അല്ലല്ല, അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ഒരു ആ മന്ത്രിയുടെ മറുപടി ഞാനവിടെ ഇരുന്ന് കേൾക്കുന്നതല്ലേ. ഇതെന്തോന്ന് ഇത് വെറുതെ വളച്ചൊടിക്കുക ഇങ്ങനെ. അതായത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് വളരെ വസ്തുതാപരമായി ശരിയാണ്. PMCയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചു. പക്ഷേ എൻ്റെ ലാർജർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതല്ല. അതായത് ഇതിനകത്തൊരു അധാർമികതയുണ്ട്. അതായത് നിങ്ങൾ ഈ പറയുന്ന സമഗ്ര ശിക്ഷ ലോഞ്ച് ചെയ്യുന്ന 2018 60-40 എന്നുള്ള റേഷ്യോയിൽ, അതിനുശേഷം 2 വർഷത്തിന് ശേഷവും പിന്നീട് 2 വർഷത്തിന് ശേഷം വന്ന സ്കീമുകളുമായിട്ട് കൂട്ടി ഇണക്കുന്നതിൽ അത് യഥാർത്ഥത്തിൽ കറക്റ്റല്ല. അത് നിയമപരമായിട്ട് ശരിയല്ല, ധാർമ്മികമായിട്ട് ശരിയല്ല. അത് പ്രതിപക്ഷത്തിൻ്റെ മൊത്തത്തിൽ ഈ പറയുന്ന പോലെ പിന്നോട്ട് തള്ളാൻ വേണ്ടിയിട്ടും ആ ഗവൺമെൻറ്റുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സംഭവമാണെന്നാണ് പറയുന്നത്. അപ്പോഴാണ് അദ്ദേഹം എടുത്തു ചാടിയിട്ട് പറയുന്നത് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ വാങ്ങിയല്ലോ, അവരൊപ്പിട്ടല്ലോ, അവരതിൻ്റെ ഭാഗമായല്ലോ, ആ കണക്കും വെച്ച് തന്നു.
അപ്പോൾ ഇനി അടുത്ത നിങ്ങൾ പോകേണ്ടത് കോൺഗ്രസ്സുകാരുടെ അടുത്താണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ 3 സംസ്ഥാനങ്ങൾ ഇത്രയും ഭീമമായ സംഖ്യ കൈപ്പറ്റി എന്നുള്ള ചോദ്യം അവരോട് ചോദിക്കണം. അല്ല, ഈ ചോദ്യം അതായത് 3 കൂടെ കൂട്ടിക്കൊടുക്കുന്നത് അതിന് കൃത്യമായിട്ട് മറുപടി ഉണ്ടോ? ഈ 3 പദ്ധതിയും കൂടെ കൂട്ടിക്കൊടുക്കുന്നത് എന്താണ്? അത് ഉണ്ടെങ്കിൽ മാത്രമേ യുക്തിഭദ്രമല്ല. യഥാർത്ഥത്തിൽ ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ നൽകിയ മറുപടിയിൽ യുക്തിരാഹിത്യമുണ്ട്. എന്താ കാരണം വെച്ചാൽ എൻ്റെ ചോദ്യം വളരെ കറക്റ്റാണ്. ഒരു കാലഘട്ടത്തിലും ഈ പറയുന്ന പോലെ ഒരു സ്കീം ലോഞ്ച് ചെയ്ത ശേഷം പിന്നീട് പല സ്കീമുകളും വരും. പക്ഷേ പിന്നീട് വരുന്ന സ്കീമുകളുമായിട്ട് ആദ്യം ലോഞ്ച് ചെയ്ത ഒരു സ്കീമിനെ കൂട്ടിയിണക്കുന്നതിൽ അധാർമികതയുണ്ട്, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. അത് തിരുത്തുപോയി എന്നുള്ള സമീപനം അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി എന്നുള്ളത്. ഇതിനകത്ത് കൃത്യമായിട്ട് രാഷ്ട്രീയ വിവേചനം കൂടിയില്ല. കാരണം കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിടുന്നത്. ഈ 3 സംസ്ഥാനങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞപ്പോൾ 3ൻ്റെയും വ്യത്യസ്തമായ ഘടകങ്ങളാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ തമിഴ്നാടിൻ്റെ അദ്ദേഹം ഭാഷാപരമായ ഒരു കാര്യം പറഞ്ഞു. വെസ്റ്റ് ബംഗാളിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സമഗ്ര ശിക്ഷയിലെ ഫണ്ട് ദുർവിനിയോഗം ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പം ഇത് പക്ഷേ പൊതുവെ ഒരു പാറ്റേൺ ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ആ പാറ്റേണിനെ യഥാർത്ഥത്തിൽ ലംഘിച്ചത് കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ്. അതാണ് സംഭവം.